അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഗസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം മുന്നോട്ട് പോകണമെങ്കിൽ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമായിരുന്നു. അതുണ്ടാകുമെന്ന ഉറപ്പും മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയതുമാണ്. എന്നാൽ നിരായുധീകരണം നടപ്പാക്കണമെന്ന വാശിയിലാണ് ഇസ്രായേൽ. ഇക്കാരണം ചൂണ്ടിക്കാട്ടി ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗസയുടെ ഭാഗങ്ങളിൽ പുതിയ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾക്കുള്ള പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2025 ഒക്ടോബർ 10 US മധ്യസ്ഥതയിലുണ്ടായ വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം യെല്ലോ ലൈൻ എന്ന അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറിയിരുന്നു. അതുവഴി ഗസയുടെ ഏകദേശം 53% ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ നിരന്തര ആക്രമണവും യെല്ലോ ലൈൻ മറികടന്നുള്ള സൈനിക നടപടികളും ഇസ്രായേൽ തുടർന്നു പോന്നു. അതിർത്തി മറികടന്നുവെന്നാരോപിച്ച് സാധാരണക്കാരായ മനുഷ്യരെ വെടിവെച്ചിരുന്നതും പതിവായി. കഴിഞ്ഞ ദിവസം യെല്ലോ ലൈൻ മറികടന്നെന്ന് ചൂണ്ടിക്കാട്ടി 3 ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇവർ രാത്രി സൈനിക ഉപകരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു അവരുടെ വാദം. 3 മാസത്തിനിടെ 1200 ലംഘനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കാലയളവിൽ 439 ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി ഹമാസും ആരോപിക്കുന്നു. ഇതിനിടെയാണ് 2026 മാർച്ചിൽ ഗസ സിറ്റിയിൽ പുതിയ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിലെ യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന വിഭജന രേഖയെ പടിഞ്ഞാറോട്ട് മാറ്റി ഇസ്രായേലിന്റെ നിയന്ത്രണം കൂടുതൽ വിപുലീകരിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കഴിഞ്ഞ മാസം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ശ്രമങ്ങളോട് സഹകരിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ പരാജയപ്പെടുമെന്നാണ് ആശങ്ക. അതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിനുള്ള ബദൽ പദ്ധതി തയ്യാറാക്കാൻ IDF നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.